ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് BJP ആണ് നേട്ടമുണ്ടാക്കിയിരിക്കുന്നതെന്നും UDFന് സർവനാശം സംഭവിക്കാൻ പോകുന്നുവെന്നുമാണ് വെള്ളാപ്പള്ളി പറയുന്നത്. ഒരു രാഷ്ട്രീയ വിലയിരുത്തൽ ഏത് ഭാഗത്ത് നിന്നുണ്ടായാലും ഉത്തരവാദിത്വത്തോടെ അത് പരിശോധിക്കേണ്ട കടമ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനുണ്ട്. അങ്ങ് എങ്ങനെയാണ് ഈ വിലയിരുത്തലിൻ്റെ സാധുത കാണുന്നത്? അല്ല, ഓരോ വ്യക്തികൾക്കും അവരുടെ വീക്ഷണകോണത്തിൽ നിന്ന് ഓരോ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിൻ്റെ വീക്ഷണകോണത്തിൽ നിന്ന് അദ്ദേഹം ഒരു അഭിപ്രായം രേഖപ്പെടുത്തി എന്നുള്ളതല്ലാതെ കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെ മനസ്സിരിപ്പ് മനസ്സിലാക്കാനുള്ള 6ാം ഇന്ദ്രിയമൊന്നും അദ്ദേഹത്തിനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഒരു 6ാം ഇന്ദ്രിയം ഉണ്ടായിരുന്നെങ്കിൽ ഈ 3.5 കോടി ജനങ്ങളുടെ മനസ്സ് അദ്ദേഹത്തിന് കണ്ടുപിടിക്കാൻ കഴിയുമായിരുന്നു. പിന്നെ അതല്ലെങ്കിൽ കൊള്ളാം, പിന്നെ പാഴൂർ പടിയിലെ കണിയാൻ്റെ പണി അറിയാവുന്നുണ്ടെങ്കിൽ കവടി നിരത്തി കണ്ടുപിടിക്കാം. അപ്പോൾ കേരളത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കുമെന്നുള്ളതിനെക്കുറിച്ച് ഇനി ഒരു 100 ദിവസം കൂടി ബാക്കി കിടക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു വിലയിരുത്തലിനുള്ള സമയമായിട്ടില്ല. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇതിലെ പ്രശ്നം നാം വെള്ളാപ്പള്ളിയിലേക്ക് മാത്രമായി കാണുകയാണെങ്കിൽ അങ്ങയുടെ വാദങ്ങളെല്ലാം പ്രസക്തമാണ്. വെള്ളാപ്പള്ളി ഇതിന് മുൻപും ഇത്തരം അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്, 8 നിലയിൽ പൊട്ടിയിട്ടുണ്ട്. അതല്ല പ്രശ്നം. വെള്ളാപ്പള്ളിക്ക് ഇപ്പോൾ കിട്ടുന്നൊരു ആധികാരികതയുണ്ട് ഇത്തരമൊരു രാഷ്ട്രീയ സമീപനം മുന്നോട്ട് വയ്ക്കുക വഴി. അത് അങ്ങേക്കും അറിയാം, അത് ഏത് നേതാവിൻ്റെ നാവിൽ നിന്ന് പുറപ്പെട്ടതിൻ്റെ പ്രതിധ്വനിയാണ് എന്ന്. അപ്പോൾ CPMൻ്റെ ഒരു പ്രചാരണത്തിനുള്ള അംബാസഡറായി ഒരു സമുദായ നേതാവ് മാറിയിരിക്കുകയാണ്. അതേ രാഷ്ട്രീയ സാധ്യതകൾ തന്നെയാണ് സ്വന്തം വിലയിരുത്തലായി അവതരിപ്പിക്കുന്നത് അദ്ദേഹം. അതിനെ ആ രാഷ്ട്രീയ കോണോടുകൂടി, ആ രാഷ്ട്രീയ പിൻബലത്തോടെ വരുന്ന വിലയിരുത്തൽ എന്ന നിലയിൽ കാണുമ്പോൾ വെള്ളാപ്പള്ളിയിലേക്ക് മാത്രമായി ചുരുങ്ങരുത് അങ്ങയുടെ അഭിപ്രായ വ്യത്യാസം? തീർച്ചയായിട്ടും ഞാനത് ശരിക്കും മനസ്സിലാക്കുന്നുണ്ട്. കാരണം ശ്രീ വെള്ളാപ്പള്ളി നടേശന് ഇക്കാര്യത്തിൽ, ഈ ശബരിമല വിഷയത്തിൽ വ്യക്തമായ കാഴ്ചപ്പാടുള്ള ഒരാളാണ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് എടുത്തു നോക്കാം. അദ്ദേഹം എന്താ പറഞ്ഞത്? ശബരിമലയുടെ കാര്യത്തിൽ ഞങ്ങൾ വിശ്വാസികളോടൊപ്പമാണ്. അവിടെ യുവതികൾ കയറാൻ പാടില്ല, യുവതികളെ കയറ്റാൻ പാടില്ല. അപ്പോൾ ശബരിമലയിലെ വിഷയത്തിൽ അദ്ദേഹം വിശ്വാസികളോടാണെങ്കിൽ ഒരിക്കലും മനുഷ്യമതിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തിനാവില്ല. കാരണം മനുഷ്യമതിൽ ശ്രീ പിണറായി വിജയൻ അസന്നിഗ്ധമായി പറഞ്ഞിട്ടുണ്ട്. മനുഷ്യമതിൽ ശബരിമല വനിതാ മതിൽ എന്തിനു വേണ്ടിയാണെന്ന് ശ്രീ പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ആ വനിതാമതിൽ പങ്കെടുത്ത ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പിന്നെന്താ പറഞ്ഞത്? അതൊരു കെണിയായിപ്പോയി എന്ന് പറഞ്ഞു. അപ്പോൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ മാറി മാറി പറയുന്നതിൽ നിന്ന് ശ്രീ പിണറായി വിജയന് പറയാനുള്ളത് ശ്രീ വെള്ളാപ്പള്ളിയിലൂടെ പറയുന്നത് കൊണ്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ലല്ലോ. എന്താ നേട്ടം ഉണ്ടാകാൻ പോകുന്നത്? പക്ഷേ അദ്ദേഹം ഇന്ന് പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യം SNDP എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകന്മാരുമുണ്ട്. വരുന്ന ഒരു തെരഞ്ഞെടുപ്പിലും SNDP ഒരു രാഷ്ട്രീയ പാർട്ടിക്കും പിന്തുണ കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ SNDPയിൽ അംഗങ്ങൾക്ക് സ്വതന്ത്രമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും വോട്ട് ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യം അദ്ദേഹം കൊടുത്തിരിക്കുന്നു. എന്നിട്ട് അദ്ദേഹം അടുത്ത മൂമെൻറ്റിൽ പറയുന്നു, UDF 8 നിലയ്ക്ക് പെട്ടും ശബരിമല വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ഗുണം കിട്ടാൻ പോകുന്ന BJPക്കാണ്, UDFന് സർവനാശമാണ്. അപ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ നിലപാട് എന്താണെന്ന് ഞങ്ങൾക്ക് ഒരിടത്തും പോയി ഗവേഷണം നടത്തി കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ നിലപാട് സുവ്യക്തമാണ്. ശ്രീ പിണറായി വിജയൻ അനുകൂലമാണ്. ഒരു ഭാഗത്ത് അദ്ദേഹത്തിൻ്റെ മകൻ നിൽക്കുന്നുണ്ട്, BJPക്കും അനുകൂലമാണ്. അപ്പോൾ കോൺഗ്രസിനെ തകർക്കുക, BJPയെ സഹായിക്കുക, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് ലഭിക്കേണ്ട ഹൈന്ദവ വോട്ടുകൾ BJPയിലേക്ക് മറിച്ചു കൊടുത്ത് ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പൊസിഷൻ സേഫാക്കുന്ന പണിയാണ് ഇപ്പോൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോൾ അറിയാം ആർക്കാണ് കേരളത്തിൽ സർവനാശം ഉണ്ടാകാൻ പോകുന്നത്.